ഹലോ വെൽക്കം ടു സ്വിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാരീസിലുള്ള നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. നമ്മളിവിടെ എത്തി, നല്ല മഴയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ടത് 2 മണിക്കാണ്, പക്ഷെ നമ്മൾ ഇപ്പോൾ 12:30 ആയിട്ടേ ഉള്ളൂ. നമുക്ക് 1:30 നമ്മൾ മ്യൂസിയം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണേ. ഇപ്പോൾ സമയം നമ്മളിത് ലൂവർ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്, ഇങ്ങനൊരു സ്ക്വയറാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയി അകത്ത് നോക്കട്ടെ എന്താവുമെന്ന്. കയറ്റുമോ ഇല്ലയോന്നൊന്നും അറിയില്ല, പോയി നോക്കട്ടെ. നല്ല മഴയത്തതേ നമ്മൾ കുടയും ചൂടിയൊക്കെ നടക്കുകയാണ്. ഫുഡ് വിശന്നിട്ട് വയ്യായിരുന്നു, കാലത്തൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് വാങ്ങി കഴിച്ചു, വഴി കൂടെ കഴിച്ചുകൊണ്ട് ഓടി വന്നതാണ്. ലേറ്റായി. അമ്മൂസൻ്റെ കഴിച്ച് കഴിഞ്ഞിട്ടില്ല, അമ്മൂസതേ കഴിക്കുന്നു. അപ്പം ഇനി അകത്ത് പോയി നോക്കട്ടെ ഏട്ടാ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ലൂവർ മ്യൂസിയം. മഴയായിട്ട് ആകെ അലമ്പായിപ്പോയി. നമ്മളങ്ങനെ മ്യൂസിയത്തിലെത്തി, അകത്ത് കയറിയിട്ടില്ല, ക്യൂവിലാണ്. നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ടായി 1:30-ക്കാണ്, ഇപ്പോൾ 1:50 എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ക്യൂവിലാണ്. വലിയൊരു ക്യൂ ആണ്. അത് ക്യൂവിലാണ്. നമ്മളിപ്പോൾ മ്യൂസിയം മാപ്പ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇംഗ്ലീഷാണ് എടുത്തേക്കണേ. പല പല ലാംഗ്വേജിലുള്ള മാപ്പ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എനിക്കിതിൽ കാണേണ്ടത് നമ്മുടെ മൊണാലിസ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ലാസ്റ്റ് സപ്പർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഒരു ആഗ്രഹം. ഇല്ല, അങ്ങനെ എന്താണേലും നമ്മൾ ഇപ്പോൾ അകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കാണാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് കൂടെ എല്ലാം കാണിച്ചു തരാം അല്ലേ. നമ്മൾ ഓടി ഇവിടെത്തി സമാധാനത്തോടെ എല്ലാം കാണാം. ഫുൾ മാർബിൾ വിരിച്ചിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ മോൾ ഭാഗം. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ മോണുമെൻറ്റിൻ്റെ പേര് വിങ്ഡ് വിക്ടറി ഓഫ് സാമോത്രേസ് എന്നാണ് കേട്ടോ. അപ്പോൾ ഈ സാമോത്രേസ് എന്ന് പറയുന്നത് ഗ്രീസിലുള്ള ഒരു ഐലൻഡാണ്. അപ്പോൾ 190 BC-യിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാച്ചു ആണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. ഇത് ഈ ലൂവർ മ്യൂസിയത്തിൽ ഇപ്പോൾ ഇവരിവിടെ സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരിവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടേ. ഇത് ഗോഡസ് ഓഫ് വിക്ടറി ആണ് കേട്ടോ. അപ്പോൾ നൈക്കെ അങ്ങനെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, അതാണ് ഇതിൻ്റെ പേര്. ഇവിടെയുള്ള പെയിൻറ്റിങ്സ് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഇത് ആ റൂഫിലുള്ള പെയിൻറ്റിങ്സ് ആണ്. എന്തൊരു ഭംഗിയാണ്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും പെർഫെക്ഷനോടെ എങ്ങനെ വരച്ചു എന്ന് നമുക്ക് തോന്നും കേട്ടോ. കണ്ടോ, ഇതൊക്കെ എന്തോരം വർഷം പഴക്കമുള്ള പെയിൻറ്റിങ്സ് ആണെന്നറിയോ. പക്ഷേ ഒരു രക്ഷയില്ലാത്ത പെയിൻറ്റിങ്സാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാം. കൂടുതലും ക്രിസ്ത്യാനിറ്റിയായിട്ടും ബേസ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സാണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത്. മാതാവ്, ഈശോ, അതുപോലെ തന്നെ ബൈബിളിലുള്ള കുറേ സംഭവങ്ങൾ, അതിൻ്റെയൊക്കെ പെയിൻറ്റിങ്സാണ് കൂടുതലും ഈ മ്യൂസിയത്തിൽ. പെയിൻറ്റിങ്സിൻ്റെ ആ ഭാഗത്ത് ഉള്ളത് അങ്ങനത്തെയാണ് കേട്ടോ. ഈ ഒരു സ്റ്റാച്ചു കൊണ്ട് എന്തൊരു പെർഫെക്ഷൻ അല്ലേ. മാർബിളിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ആ ഒരു തുണിയുടെ ആ ഒരു വേവും ആ സംഭവങ്ങളും എന്തൊരു പെർഫെക്ഷനോടെ ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ ഇത് കാണുമ്പോഴത്തേക്ക്. എങ്ങനെ അവർ ഇത്രയും പെർഫെക്ഷനോടെ ഉണ്ടാക്കിയെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും
പെർഫെക്റ്റ് ആയിട്ടാണ്, ഭയങ്കര പെർഫെക്ഷനോടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ 100-200 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും കേട്ടോ. ഈ ലൂവർ മ്യൂസിയം ത്തെക്കുറിച്ച് നിങ്ങൾ എന്താണെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ലൂവർ മ്യൂസിയം എന്ന് പറയുന്നത് പാരീസിലെ ഒരു നാഷണൽ ആർട്ട് മ്യൂസിയം ആണ് കേട്ടോ. അത് വേൾഡിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് ഈ ലൂവർ മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പോൾ അത് സീൻ റിവറിൻ്റെ സൈഡിലായിട്ടാണ് ഈ ലൂവർ മ്യൂസിയം ലൊക്കേറ്റ് ചെയ്യുന്നത്. 12th to 13th സെഞ്ച്വറിയിലാണ് ഈ മ്യൂസിയം ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് ഇത് പാലസ് ആയിരുന്നു, പിന്നീടാണ് ഇത് മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രഞ്ച് കിങ്സൊക്കെ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു പാലസ് ആയിരുന്നു പണ്ട് ഇത്, പിന്നീട് ഇത് മ്യൂസിയമായിട്ട് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മ്യൂസിയമായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 1793 ഓഗസ്റ്റ് 10-നാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 537 പെയിൻറ്റിങ്സാണ് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അപ്രോക്സിമേറ്റ്ലി 5 lakh ഒബ്ജക്ട്സും 35,000 ആർട്ട് വർക്ക്സും ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ പെയിൻറ്റിങ് കണ്ടോ, ഈശോയുടെ ജനനം, മാതാവ്, ഔസപിതാവ്, മാലാഖമാർ ഇവരെല്ലാവരും കൂടിയുള്ള ഒരു ഈശോ ജനിച്ച ബത്ലഹേമിൽ പുൽക്കൂട്ടിൽ ജനിച്ചില്ലേ, ആ ഒരു തീമിൽ അവർ പെയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഇത് 1465-നും 70-നും ഇടയിലാണ് ഈ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. ആയിരത്തി 1480 ചെയ്തിരിക്കുന്ന സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ ഒരു പെയിൻറ്റിങ് ആണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മ്യൂസിയത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണാൻ കാണുകയും ചെയ്യുന്ന ഒരു പെയിൻറ്റിങ് ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മൊണാലിസയുടെ പെയിൻറ്റിംഗ് ആണ്. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കൊണ്ട് നമ്മുടെ പുറകിൽ എന്തോരം ആൾക്കാരാ, നമ്മുടെ ഫ്രണ്ടിൽ എന്തോരം ആൾക്കാരാ. വേറെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അവിടെയും ഇത്രയും ഒരു തിരക്കില്ല. അവിടെ ക്യൂ നിന്നിട്ട് വേണം ആ പെയിൻറ്റിങ്ങിൻ്റെ അടുത്തൊന്നും നമുക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അത്രയ്ക്കും തിരക്കാണ്. നമ്മൾ കുറേ നേരം ക്യൂ നിന്നിട്ടാണ് ഫ്രണ്ടിലെത്തിയത്. ഭയങ്കര തിരക്കാണ് ഈ മൊണാലിസയുടെ ഈ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യം ഞാൻ പറയാം കേട്ടോ. ഡാവിഞ്ചിയുടെ പടമാണെന്ന് എന്താണെങ്കിലും എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ 1503-ൻ്റെയും 1506-ൻ്റെയും ഇടയിലാണ് ഇത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. 1517-ലും ഇതിൽ പിന്നെയും വർക്ക് ഡാവിഞ്ചി ചെയ്തിട്ടുണ്ട്. 1519-ലാണ് ഇദ്ദേഹം മരിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രഞ്ച് റിപ്പബ്ലിക്കിൻ്റെ പ്രോപ്പർട്ടി ആയത്. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കിങ് ഫ്രാൻസിസ് ഫസ്റ്റ് ഇത് കൈവശപ്പെടുത്തിയതിന് ശേഷമാണ് കേട്ടോ. എന്നിട്ട് ഇത് 1911 ഈ പടം ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നീട് 1914 ഈ പടം വീണ്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ കാണുന്ന ഈ പെയിൻറ്റിങ് നമ്മുടെ നെപ്പോളിയൻ്റെ കൊറോണേഷൻ, കിരീടധാരണത്തിൻ്റെ പെയിൻറ്റിംഗ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് ജാക്വസ് ലൂയിസ് ഡേവിഡ്. ഇത് നെപ്പോളിയൻ്റെ ഒഫീഷ്യൽ പെയിൻറ്ററായിരുന്നു. അപ്പോൾ 1805 സ്റ്റാർട്ട് ചെയ്തിട്ട് 1808 ഈ പെയിൻറ്റിങ് തീർത്തത്. ഈ പെയിൻറ്റിങ് 10 മീറ്റർ വിഡ്ത്തും 6 മീറ്റർ ഹൈറ്റുമാണ് ഈ പെയിൻറ്റിങ്ങിന് ഉള്ളത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണതേ. ഹെറോദസിന്റെ അല്ല, എങ്ങനെയുണ്ട് മുട്ട? ഒരുപാട് കാണാനുണ്ട് കേട്ടോ. എനിക്ക് കൊണ്ട് 3-4 ദിവസം നടന്ന് കാണാനുള്ള അത്രയും സംഭവങ്ങളിവിടെ ഉണ്ട്. ശരിക്കും ക്ഷീണിച്ചു നടന്ന്. അങ്ങനെ നമ്മളിവിടെ ഇരുപ്പായിട്ടുണ്ട് കേട്ടോ. അമ്മൂക്കെ ആണെങ്കിൽ നടന്ന് ശരിക്കും ക്ഷീണിച്ചു. നടന്ന് കാലൊടിഞ്ഞു കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങൾ വന്ന് ഇരുന്നതാണ്. അവരുണ്ടവരും അവിടെ, ഞാനിവിടെ ആയിട്ട് കുറച്ച് നേരം ഇരുന്നു.
ഇപ്പോൾ നമ്മളുള്ള ഈ സ്ഥലം ഫ്രഞ്ച് ക്രൗൺ ജുവൽസ് ഉള്ള സ്ഥലമാണ് കേട്ടോ. ലൂയി 14 രാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന കിരീടങ്ങളും അതുപോലെ തന്നെ പല രാജകീയ ഓർണമെൻറ്റ്സും പാത്രങ്ങളും ആ സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഉള്ളൊരു ഗാലറിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നല്ല അടിപൊളി എന്ന് വെച്ചാൽ ആ സമയത്തുള്ള കിരീടങ്ങളും രാജ്ഞിമാരുടെ ആഭരണങ്ങളും നെക്ലസ്സുകളും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ ഗാലറിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മ്യൂസിയത്തിൻ്റെ ഈ ഒരു സെക്ഷൻ, ഈ ഒരു ഗാലറിയിലുള്ള പാത്രങ്ങളാണ് കേട്ടോ. ആ സമയത്ത് രാജകീയമായിട്ടുള്ള പാത്രങ്ങളാണ്, ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസിലാണ് ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ലോകത്തിൻ്റെ തന്നെ പല സ്ഥലത്തു നിന്നും ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്, പ്രധാനമായിട്ടും ലൂയിസ് 14 രാജാവിൻ്റെ കാലത്ത് കൊണ്ടുവന്നിരിക്കുന്ന പാത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് കാണുന്ന ആർട്ട് വർക്കുകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം വിലപിടിപ്പുള്ള സാധനങ്ങളാണെന്നുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. എന്തൊരു ഭംഗിയായിട്ടാണ്, ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഈ വെസൽസ് എല്ലാം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസും അത് ഏത് വർഷമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും എല്ലാം അവിടെ ഡീറ്റെയിൽഡായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് എന്താണെന്നറിയോ, രാജാവിൻ്റെ ക്രൗണ് വെക്കാനുള്ള ഒരു കേസാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ആ ക്രൗണ്, കിരീടം സൂക്ഷിച്ച് വെക്കാനുള്ള ഒരു കേസാണ് നമ്മളിപ്പോൾ കാണുന്നത്. 1715 മുതൽ 1774 വരെ ഫ്രഞ്ച് ഭരിച്ചിരുന്ന ലൂയിസ് 14 കിരീടമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. എന്തോരം പ്രഷ്യസ് സ്റ്റോൺസാന്ന് നോക്കിയതിനകത്ത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വിലമതിക്കാൻ പറ്റാത്ത അത്രയും ഉള്ള ഒരു ക്രൗണാണ് ഇത്. അപ്പോൾ ഇത് ഈ മ്യൂസിയത്തിൽ ഇവരിവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്നത് രാജാവിൻ്റെ നീസിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഒരു പെയർ ഓഫ് ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ ഈ ബ്രേസ്ലെറ്റിൽ 72 റൂബി, 420 ബ്രില്യൻ കട്ട് ഡയമണ്ടും ഗോൾഡും സിൽവറും എല്ലാം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇതൊരു പെയർ ഓഫ് ബ്രേസ്ലെറ്റ്സ് ആണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്വീൻ മരിയയുടെ ജ്വല്ലറീസ് ആണ് കേട്ടോ. ലൂയിസ് ഫിലിപ്പ് കിങ്ങിൻ്റെ വൈഫാണ് ക്വീൻ മരിയ. ആ രാജ്ഞിയുടെ നെക്ലസ്, അതുപോലെ തന്നെ ഇയർ റിങ്സ്, ബ്രൂഷ്, ഈ സംഭവങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ശ്രീലങ്കൻ സഫയർ, ഗോൾഡ്, ഡയമണ്ട്, ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ജ്വല്ലറീസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ അടിപൊളി. ഇപ്പം നമ്മൾ ഈ കാണുന്ന ജ്വല്ലറി നെപ്പോളിയൻ്റെ സെക്കൻഡ് വൈഫിൻ്റെ ജ്വല്ലറിയാണ് കേട്ടോ നമ്മൾ കാണുന്നത്. നെക്ലസും ഇയർ റിങ്സൊക്കെ എമറാൾഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് നെക്ലസ്സിൽ തന്നെ 32 എമറാൾഡും 1238 ഡയമണ്ടും ഉണ്ട്. ഇയർ റിങ്സിലാണെങ്കിൽ 6 എമറാൾഡും 108 ഡയമണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസൊക്കെ വെച്ചിട്ടുള്ള ഇഷ്ടം പോലെ ജ്വല്ലറീസ് ഇവിടെയുണ്ട്. പിന്നെ വീണ്ടും രാജകീയ സമയത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറേ പാത്രങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഗാലറിയിൽ നിന്ന് പുറത്തോട്ട് വന്നു. ശരിക്കും ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് പുറത്ത് വന്നൊരു ഫീലാണ് കേട്ടോ നമുക്ക് ഉണ്ടായത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഗ്രീക്കിൻ്റെയൊക്കെ ഒരു സെക്ഷനിലാണ്. ഇവിടെ ഫുൾ ഇങ്ങനെ സ്റ്റാച്യൂസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത്. നമ്മളങ്ങനെ ഈ ഗ്രീക്കിൻ്റെ ഒരു സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഈ സ്റ്റാച്യൂസ് ഒന്നും ഫുള്ളായിട്ടില്ല. അവർ കണ്ടെടുത്ത സംഭവങ്ങൾ അവർ അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ഫുള്ളായിട്ടുള്ള ഒരു പാർട്സ് ഒന്നും ചില സ്റ്റാച്യൂസിലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് മറ്റേ സ്വിസ് ദേവൻ്റെ ടെമ്പിൾ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മോഡൽ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയും സംഭവങ്ങളെല്ലാം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സെക്ഷൻ ഫുള്ളായിട്ടും ഈ ഗ്രീക്ക് സ്ട്രക്ചറിലുള്ള സംഭവങ്ങളും സ്റ്റാച്യൂസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത് റൂഫിലുള്ള വർക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ ഈ ഗോൾഡൻ കളറൊന്നും നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വീഡിയോയിൽ അറിയുന്നില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയായിട്ടാണ് നമുക്കിത് നേരിട്ട് കാണുമ്പോൾ കേട്ടോ.
ഇതിനകത്തുള്ള ഈ ആർട്ട് വർക്കൊക്കെ കണ്ടോ, പല ടൈപ്പുള്ള ആർട്ട് വർക്കുകളൊക്കെയാണ് ഈ വെസൽസിലൊക്കെ അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഗ്രീക്ക് ഗോഡസ് ആണ് കേട്ടോ. അപ്പോൾ അത് ഏത് ഗോഡസ്സാന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം നോർമലി ഈ ഗോഡിൻ്റെയും ഗോഡസിൻ്റെയൊക്കെ കയ്യിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഈ സ്റ്റാച്യൂവിൽ കൈയില്ലാത്തത് കൊണ്ട് കറക്റ്റായിട്ട് അത് പേരെന്താണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്ന ഇത് ദ വീനസ് ദ മെലോ ആണ് കേട്ടോ. അതായത് ഇതും ഒരു ഗോഡസ് ആണ്. ഗ്രീക്കിലെ മെലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കേട്ടോ. അത് 1820 ഇത് കണ്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാം ഇത് ഗ്രീക്ക് ഗോഡും ഗോഡസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ടും ഇവിടെ ഉള്ളത് കേട്ടോ. ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടെടുത്ത വർഷങ്ങളും ഏത് സ്ഥലത്തു നിന്നാണ് കണ്ടെടുത്തിട്ടുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, എന്തൊരു ഭംഗിയാണ്. മാർബിൾ അവരെങ്ങനെ കൊത്തിയെടുത്തു എന്ന് നമുക്ക് ശരിക്കും അത്ഭുതം തോന്നും കേട്ടോ. അതെ, ഇവിടെ വേറൊരു മാർബിൾ ഇരിക്കേണ്ട. എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ള ഒരു സ്റ്റാച്യു ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടിട്ട്. ഇത് പഴയ കാണിച്ചു ഇതിന്റെ പല്ല് കാണിച്ചു ഒരു മിനിറ്റ്. അമ്മ അമ്മ ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂസിയം ഒരു അത്ഭുത ലോകമാണ് കേട്ടോ. ഓരോ വർക്കും, ഓരോ കുഞ്ഞു വർക്കുകളും ഭയങ്കര പെർഫെക്ഷനോടെ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഇതൊക്കെ നോക്കിയാൽ ആ കൊത്തി വെച്ചിരിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു ഭംഗിയൊക്കെ, ഒരു ചെറിയൊരു കാര്യം പോലും ഭയങ്കര ഡീറ്റെയിൽഡായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഈ തൂണാണ് കേട്ടോ. ഇവിടെ 3 പേര് നിൽക്കുന്നത്, 4 പേര് ഇവിടെ നിൽക്കുന്നത് കറക്റ്റ് തൂണാണ്. എന്തൊരു സൂപ്പറായിട്ടല്ലേ, എന്ത് ഭംഗിയായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു അത്ഭുത ലോകം തന്നെയാണ് കേട്ടോ ഇത്. പല ടൈപ്പ് പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ പല പല ടൈപ്പായിട്ടുള്ള ഇങ്ങനെ സ്റ്റാച്യൂസ്, ഓർണമെൻറ്റ്സ്, വെസൽസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും കണ്ടു തീർക്കാൻ പറ്റില്ല കേട്ടോ ഈ മ്യൂസിയം. അത്രയ്ക്കും കാണാനുണ്ട്. നമ്മളിതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ പോയുള്ളൂ. ബാക്കി ഇനി 3 സെക്ഷൻ ഇതിൻ്റെ വേറെ ഉണ്ട്. ആ ഭാഗത്തോട്ടൊന്നും നമ്മൾ പോയിട്ടേ ഇല്ല കേട്ടോ. അത്രമാത്രം കാണാനുണ്ട് ഈ മ്യൂസിയത്തിൽ. നമ്മൾ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഇതിനു വേണ്ടി മാത്രം വന്നിട്ട് നമുക്ക് കാണാനുള്ള അത്രയുണ്ട് കേട്ടോ ഈ മ്യൂസിയം. അതെ, അവിടെ നിന്ന് എന്നിട്ട് നമ്മൾ നേരെ എൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ വീണ്ടും ഇതേ പാത്രങ്ങളുടെയൊക്കെ ഒരു സെക്ഷനിൽ വീണ്ടും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, എന്ത് ഭംഗിയെന്ന് നോക്കിയേ, ആ ഒരു ആർട്ട് വർക്ക് അതിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പല ടൈപ്പ് ഉണ്ട്, സ്റ്റീല്, അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ സെറാമിക്, അങ്ങനെ പല ടൈപ്പുള്ള പാത്രങ്ങളും സംഭവങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ അവർ വെച്ചിട്ടുണ്ട്. ഇതെന്തോ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആണ് കേട്ടോ. അതും അവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് പല കാലഘട്ടത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ, പല മെറ്റീരിയൽ വെച്ചിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ പാത്രത്തിൻ്റെ ഏരിയ ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഇതും നമുക്ക്
പള്ളികളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സംഭവങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വലിയൊരു മിറർ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ മറ്റേ എന്താണ് ആയുധങ്ങൾ വെപ്പൺസിൻ്റെ ഒക്കെ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന തോക്കുകൾ, വാളുകൾ, കത്തികൾ, അങ്ങനത്തെ കുറേ സംഭവത്തിൻ്റെ സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെപ്പൺസിൻ്റെ തന്നെ പിടികളൊക്കെ കണ്ടോ, എന്ത് ഭംഗിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് നോക്കി. അതിനകത്ത് അവർ ചെയ്തിരിക്കുന്ന ആർട്ട് വർക്കുകൾ എന്ത് സൂപ്പറല്ലേ. അപ്പോൾ ഞാൻ ഓർക്കണം ഇതിന് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഇത്രയും വെയിറ്റുള്ള സംഭവം പിടിച്ച് ഈ ആൾക്കാർ പണ്ട് എങ്ങനെ യുദ്ധം ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനകത്തൊക്കെയുള്ള വർക്കുകൾ കണ്ടോ, എന്ത് രസമായിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ വരെ അവർ ഇത്രയും എന്താ പറയുക വർക്കുകൾ ചെയ്തിട്ടാണ് സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 3D ഡ്രസ്സാണ് കേട്ടോ. ഇതിപ്പോൾ റീസെൻ്റായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ ഈ സമയത്തുള്ള 3D ഡ്രസ്സാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതും നല്ല ഭംഗിയുണ്ട്. ഈ ഡ്രസ്സ് കണ്ടോ, സൂപ്പറായിട്ടില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തത് ഇവിടെ വാച്ചുകളുടെ ക്ലോക്കിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ്. പല ടൈപ്പ് ക്ലോക്കുകളുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ അടച്ച് വയ്ക്കാൻ പറ്റുന്നത് ക്ലോക്കുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അതേ ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷൻ വീണ്ടും എത്തിയിട്ടുണ്ട്. അങ്ങനെ പല ടൈപ്പ് എന്തൊക്കെയോ ഓർണമെൻറ്റ്സ് ഉണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് പോലും എനിക്ക് ചിലതൊന്നും കണ്ടിട്ട് മനസ്സിലായില്ല. അങ്ങനെ ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷൻ പിന്നെയും കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള സ്റ്റോണുകളും വർക്കുകളൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഇത് ഇനി സ്റ്റാച്യൂസിൻ്റെ ആ ഒരു സെക്ഷനാണ്. വീണ്ടും ഇതും ഇനി കുറേ ഉണ്ട് കേട്ടോ. ഇതും ഫുള്ളൊന്നും നമ്മൾ കണ്ടില്ല. ശരിക്കും നടന്ന് ക്ഷീണിച്ചു. അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മൾ പോയി. ഇതിൻ്റെ അകത്തോട്ടൊക്കെ ഇങ്ങനത്തെ സ്റ്റാച്യൂസ് ഇനിയും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. സിംഹത്തിന് വേറൊരു സ്ഥലം കിട്ടിയില്ല കടിക്കാൻ. നോക്ക്, സൈഡിൽ നിന്ന് നോക്ക്. ഒരു മാസം കൊണ്ട് വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെ മ്യൂസിയം കണ്ട് നമ്മളിതേ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കണ്ട് തീർന്നിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്ന ഒരു 1/4 ഭാഗമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. 3/4 ഭാഗവും നമ്മൾ കണ്ടിട്ടില്ല. കണ്ട് തീർക്കാൻ ഒരു ദിവസം കൊണ്ട് എന്താണെങ്കിലും പറ്റില്ല. നടന്ന് ശരിക്കും ക്ഷീണിച്ചു. അങ്ങനെ നമ്മളിതേ പുറത്തെത്തിയിട്ടില്ല. ആ ഒരു എൻട്രൻസിൻ്റെ ആ ഒരു ഏരിയയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു ഗ്ലാസിൻ്റെ ഒരു സംഭവമില്ല, അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഇതിൻ്റെ തന്നെ സെയിം മോഡൽ അബുദാബിയിലും റീസെൻ്റ്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ. ഇതിൻ്റെ ഒരു മോഡലാണ് കേട്ടോ അവിടെ ഉള്ളത്. ലൂവർ തന്നെയാണ് അവിടെയും പേരിട്ടിട്ടുള്ളത്. അബുദാബിയിലുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മളിതേ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. അപ്പം അമ്മൂന് ചൂടെടുക്കുന്നു എന്നും പറഞ്ഞിട്ട് ഈ എന്തിൻ്റെ കാറ്റാടി, ഇതിൻ്റെ പേരെന്താ, ഈ സംഭവം വാങ്ങാൻ വേണ്ടി നമ്മൾ വന്നേക്കുവാണ്. അപ്പോൾ ഈ കട നല്ല രസമുണ്ട് കേട്ടോ. ഫുൾ കളർഫുൾ സാധനങ്ങളാണ്. നല്ല രസമുണ്ട് എല്ലാ സാധനങ്ങളും കാണാൻ. ഈ സാധനം കണ്ടാ നോക്കിക്കോ. കണ്ട വേറൊരു സാധനം എനിക്കിവിടെ ഇഷ്ടപ്പെട്ടത് കാണിച്ചു തരാവേ. ഇതൊക്കെ ബ്രഷ്, രസമില്ല, എനിക്കിഷ്ടമായത് ഈ ഷോപ്പില്. അങ്ങനെ നമ്മളിത് വാങ്ങിച്ച് അമ്മൂന് ഫുള്ളായ വയറ്. ഇതാണ് നമ്മൾ മേടിച്ച സാധനം.
നല്ല സുഖം. ഒരു പട്ടിക്കുട്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഇഷ്ടമായി. നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ആർച്ച് ദ ട്രയംഫ് ആണ് കേട്ടോ. അതായത് ഇത് നെപ്പോളിയൻ്റെ യുദ്ധത്തിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്തൊക്കെ മരിച്ച ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടും അതിൽ യുദ്ധം ചെയ്ത ആൾക്കാരുടെ ഓർമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആർച്ചാണ് ഇത്. 1806 ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിനകത്താണെങ്കിൽ ഇതിൽ മരിച്ച ഇതിൽ പങ്കെടുത്ത കുറേ ആൾക്കാരുടെ പേരും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലൂവർ മ്യൂസിയത്തിന് തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ ദി ട്രയംഫും ഉള്ളത്. അങ്ങനെ നമ്മൾ വീണ്ടും ഈ മ്യൂസിയത്തിൻ്റെ സൈഡിലോട്ട് തന്നെ വന്നു നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വന്ന സമയത്ത് നമ്മൾ ഓടി പിടിച്ച് കയറുമായിരുന്നല്ലോ, ലേറ്റ് ആയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഈ മ്യൂസിയത്തിൽ കയറാനായിട്ട് നമുക്ക് നേരത്തെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ് വന്നിട്ട് നമുക്ക് ക്യൂ ഒന്നും നിൽക്കാണ്ട് വേഗം കയറാൻ പറ്റും. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുക എന്ന് വെച്ചാൽ നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ക്യൂ നിന്നാലേ നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ നമ്മൾ ഒരു 1 മാസം മുമ്പൊക്കെ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിട്ട് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. നമുക്ക് വന്ന് അപ്പം തന്നെ കയറാൻ പറ്റുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെ നിന്നു. സംഭവമൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിയത്തിലൊക്കെ പോയി ഫുള്ള് മ്യൂസിയം കണ്ടു, കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. സൂപ്പറായിരുന്നു കേട്ടോ. ഒരുപാട് കാണാനുണ്ട്. നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റില്ല, ഒരുപാടുണ്ട്. നമ്മൾ കുറച്ച് ഫുള്ളൊന്നും കണ്ടില്ല, കുറച്ച് കണ്ടു. എന്നിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ ലേക്കാണോ, നമ്മൾ ബോട്ടിങ്ങിന് ക്രൂസിന് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിനിയിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടുത്തെ ഏകദേശം കഴിഞ്ഞു. അമ്മു നടന്ന് ക്ഷീണിച്ചു. അമ്മ പറഞ്ഞാൽ നമ്മളിത്ര നേരത്തെ മ്യൂസിയത്തിൽ നിന്ന് പുറത്ത് ഇറങ്ങിയത് കേട്ടോ. അമ്മുനെ നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം കൂടെ കണ്ടേനെ. അമ്മൂനപ്പോൾ നടക്കാൻ വയ്യ, അമ്മ ക്ഷീണിച്ചു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഈഫൽ ടവർ കാണാൻ പറ്റുന്നുണ്ട്. ദേ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ഈഫൽ ടവർ. പിന്നെ ദേ ഈ കാണുന്നത് ഈ കാണുന്നത് ആർച്ച് ദ ട്രയംഫ് ആണെന്ന് തോന്നുന്നു. ആ സംഭവമാണത്. പിന്നെ ഒരു ജെയിൻ വീലൊക്കെ കാണുന്നുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. ഇന്ന് മൺഡേ ആണ്, എന്നാലും നല്ല തിരക്കുണ്ട്. അങ്ങനെ ഫുള്ള് മ്യൂസിയവും ആർച്ചും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിനി ഇതേ നേരെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്തോരം ജനങ്ങളാന്ന് കണ്ടില്ല. ഇവിടെ നല്ല തിരക്കാണേ, നല്ല തിരക്കുണ്ട് കേട്ടോ. ആൾക്കാരെ കണ്ടോ, ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 5 മിനിറ്റ് മുമ്പ് നല്ല പെരുമഴയായിരുന്നു. ഇപ്പോൾ മഴ മാറി പെരുവെയിലായി. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് റിസർവ് ചെയ്തിട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വേഗം കയറാൻ പറ്റും. ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമ്മളൊരു 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ക്യൂ നിന്നാലേ നമുക്ക് ടിക്കറ്റ് കിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് വരുവാണെങ്കിൽ സുഖമാണ്, വന്ന് അപ്പം തന്നെ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല, വേഗം കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പാരീസിൻ്റെ ബാക്കി വീഡിയോസൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.